ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും അടിപൊളി ഫീച്ചേഴ്സിനെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഇത് ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു വർഷത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും നല്ല ഫീച്ചേഴ്സിനെ കുറിച്ചെല്ലാം നോക്കാം. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമെയിൽ വേരിഫിക്കേഷൻ വാട്സപ്പിൽ കൊണ്ടുവന്നതാണ്. നേരത്തെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ വേരിഫിക്കേഷൻ എല്ലാം ചെയ്യേണ്ടിയിരുന്നത് ഇത് നമ്മുടെ മൊബൈൽ നമ്പർ എല്ലാം യൂസ് ചെയ്തായിരുന്നു. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നിങ്ങളുടെ വേരിഫിക്കേഷൻ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വന്നിരിക്കുന്ന OTP എല്ലാം എൻ്റർ ചെയ്തായിരുന്നു ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ അഡീഷണലായി നിങ്ങൾക്ക് ഇപ്പോൾ ഇമെയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് നിങ്ങൾക്ക് ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് വരുന്ന ഈ ഒരു ഇൻഫർമേഷൻ ഇത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങളുടെ വാട്സപ്പിലേക്ക് ലോഗിൻ ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ വളരെ നല്ല ഒരു ഫീച്ചറാണിത്. ഇതുവരെ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ ഇമെയിൽ ID ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുക. കാരണം ഇത്തരത്തിൽ നിങ്ങളുടെ സിമ്മിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ സിം ഇത് നെറ്റ്വർക്ക് ഉള്ള ഭാഗത്തല്ല എങ്കിൽ ഇത്തരത്തിലെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ഈ ഒരു ഇമെയിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഇമെയിലിലൂടെ നിങ്ങൾക്ക് ഈ വേരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ എല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ IP അഡ്രസ് എല്ലാം ഷെയർ ആകാതിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് എന്ന ഓപ്ഷനാണിത്. ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ IP അഡ്രസ് ഷെയർ ആകുന്നത് ഇത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇവിടെ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദിസ് വിൽ റെഡ്യൂസ് കോൾ ക്വാളിറ്റി എന്നാണ്. അതായത് നമ്മൾ കോൾ ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റിയിൽ കുറച്ച് കുറവെല്ലാം കണ്ടേക്കാം. എന്നാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ സെക്യൂരിറ്റി എല്ലാം കൂടുതലായി നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അടുത്തതായി വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് സ്ക്രീൻ ഷെയറിംഗ് ആണ്. നിങ്ങളെല്ലാം കേട്ടു കാണും. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായെല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ കരുതുന്നത് പോലെ ചില ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്ക്രീൻ ഷെയറിംഗിൽ വർക്കാകില്ല. ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് മൂവി സബ്സ്ക്രിപ്ഷൻ എല്ലാം യൂസ് ചെയ്തുള്ള ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊന്നും ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ ഇത് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മറ്റു ആപ്ലിക്കേഷൻ ഇതൊന്നും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അല്ലാതെ നിങ്ങൾക്ക് നോർമൽ കാര്യങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ ഈ ഒരു ഷെയറിംഗ് ഫീച്ചർ യൂസ് ചെയ്യാം. ഇനി 2023 വാട്സപ്പിൽ വന്നതിൽ ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് HD ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് വീഡിയോ അതുപോലെ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കുക എന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യുന്ന സമയത്ത് HD എന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങളുടെ വീഡിയോ അതുപോലെ ഇമേജസ് എല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫീച്ചർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കുക. മറ്റൊരു ഫീച്ചർ വാട്സപ്പിൽ വന്നിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ വന്നിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് വ്യൂ വൺസ് എന്ന ഒരു ഓപ്ഷൻ. എന്നാൽ ഇത് മൊബൈലിൽ മാത്രമാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് വേർഷനിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതായത് ഡെസ്ക്ടോപ്പ് വേർഷനിലും ഇത്തരത്തിൽ നിങ്ങൾ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ എല്ലാം സെൻഡ് ചെയ്യുമ്പോൾ വ്യൂ വൺസ് ഓപ്ഷൻ ഇത് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ഇമേജ് എല്ലാം സെൻഡ് ചെയ്യാം. അടുത്തതായി ഈ വർഷം വന്നതിൽ ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് വാട്സപ്പ് ചാനൽ എന്നത്. അതായത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ചാനലെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ അവരിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാനും ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ് വാട്സപ്പ് ചാനൽ എന്നത്. ഇനി നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് വീഡിയോ മെസ്സേജ് എല്ലാം അയക്കാനുള്ള ഒരു ഫീച്ചറാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് വീഡിയോ മെസ്സേജ് എല്ലാം വീഡിയോയിൽ ടാപ്പ് ചെയ്തതിന് ശേഷം റെക്കോർഡ് ചെയ്ത് ചെറിയ ക്ലിപ്പുകളായെല്ലാം അയക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ വീഡിയോ മെസ്സേജ് ഫീച്ചർ എല്ലാം എനേബിൾ ആകണമെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ നിങ്ങൾ ഇൻസ്റ്റന്റ് വീഡിയോ മെസ്സേജ് ഓൺ ചെയ്തിരിക്കണം. അതായത് ഈ സെറ്റിംഗ് ഓൺ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചർ കാണാൻ സാധിക്കുക. വാട്സപ്പിലെ മറ്റൊരു കിടിലൻ ഫീച്ചറാണ് മൾട്ടിപ്പിൾ അക്കൗണ്ട് എല്ലാം നമുക്ക് ഒരേ വാട്സപ്പിൽ തന്നെ യൂസ് ചെയ്യാമെന്നത്. നേരത്തെ നമുക്ക് 2 ഫോണെല്ലാം ഉണ്ടെങ്കിലായിരുന്നു ഇത്തരത്തിൽ നമുക്ക് ഒരു വാട്സപ്പ് ഇതിൽ മറ്റൊരു ഫോണിൽ മറ്റൊരു വാട്സപ്പ് ഇത്തരത്തിലെല്ലാമാണ് നേരത്തെ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോണിൽ തന്നെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും.
അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കാണുന്നത് പോലെ ഒരു അക്കൗണ്ടിൽ നിന്നും സ്വിച്ച് അക്കൗണ്ട് എന്ന് കൊടുത്ത് മറ്റൊരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വാട്സപ്പിൽ ഏറെ പ്രയാസമുണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡാറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യുക എന്നതെല്ലാം. ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ഫോൺ എല്ലാം എടുക്കുന്നുവെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ആ ഡാറ്റയെല്ലാം ഇതെല്ലാം സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലൗഡിൽ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ ഇത് ബാക്കപ്പ് ചെയ്തതിന് ശേഷം ഇത് റീസ്റ്റോർ ചെയ്യുകയെല്ലാം വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പുതിയൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൽ നിങ്ങൾ വാട്സപ്പ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലുള്ള ഡാറ്റാസ് എല്ലാം ട്രാൻസ്ഫർ ഡാറ്റ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. വളരെ അടിപൊളിയും അതുപോലെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചറുമാണിത്. ഈ ഒരു കാര്യവും 2023 വാട്സപ്പിൽ വന്നിരുന്നതിൽ ഏറ്റവും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇനി അതുപോലെ വാട്സപ്പിൽ നിങ്ങൾക്ക് മറ്റൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് എന്നതിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് റിക്വസ്റ്റ് അക്കൗണ്ട് ഇൻഫോ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ് അക്കൗണ്ട് റിപ്പോർട്ട് എന്ന് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വാട്സപ്പിന്റെ റിപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. 3 ദിവസ കാലാവധി എല്ലാമാണ് ഇത്തരത്തിൽ നമ്മൾ ഈ റിക്വസ്റ്റ് അക്കൗണ്ട് റിപ്പോർട്ട് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ സമയമെടുക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് ഒരു സിപ്പ് ഫയലായി നിങ്ങൾക്ക് അയച്ചു തരികയും ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. അതായത് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, നമ്മുടെ കണക്ഷൻ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, അതുപോലെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ്, ഇത്തരത്തിലെല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം ഈ ഒരു ഓപ്ഷനിൽ പോയി അപ്ലൈ ചെയ്യാം. എന്നാൽ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കെല്ലാം സേവ് ചെയ്ത് ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെല്ലാം ആയിരിക്കും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുക. ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് വാട്സപ്പിൽ ഓപ്പൺ ആക്കി കാണാനൊന്നും സാധിക്കില്ല. ഇതിനായി നിങ്ങൾക്ക് മറ്റു ആപ്ലിക്കേഷൻ്റെ ഹെൽപ്പ് എല്ലാം യൂസ് ചെയ്ത് ഈ ഒരു ഫീച്ചർ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാമാണ് നമുക്ക് 2023 വാട്സപ്പിൽ വന്നതിൽ ഏറ്റവും നല്ലതായി വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്